ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷിയെ കാണിച്ച് രാശി വെച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂയം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗുണഫലം ഏറിയിരിക്കുന്നതായിട്ട് കാണുന്നു. ചെറിയ ചില കാര്യങ്ങൾ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലം തന്നെയാണ്. നിങ്ങൾക്ക് വരുമാനത്തിലൊക്കെ ഗണ്യമായ വർധനവുണ്ടാകുന്ന സമയമാണ്, ധനാഗമനം ഉള്ള സമയമാണ്. നിങ്ങൾക്ക് വാക് സാമർഥ്യം കൊണ്ട് പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ടാകുന്ന സമയമാണ്. അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുന്നവർക്ക്, വക്കീലന്മാർക്കൊക്കെ ഗുണകരമായ സമയമാണ്. അപ്പോൾ സംസാരത്തിലൂടെ ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ വളരെ ഗുണകരമായ സമയമാണ്. വാക് സാമർഥ്യത്തിലൂടെ എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അധ്യാപകർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതും വാക് സാമർഥ്യമാണ് അവിടെ വേണ്ടത്. അധ്യാപന വൃത്തിയിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ വാമൊഴിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടെയും ഗുണകരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പുണ്യം പ്രവൃത്തികൾ നിങ്ങൾ ധാരാളം ചെയ്യും. അത് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാൻ ഗുണകരമായിരിക്കും. നിങ്ങൾ പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവരൊക്കെ പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നൊരു സമയമാണ് ഈ 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ. സമൂഹത്തിൽ നിന്ന് ഉന്നതന്മാരിൽ നിന്നൊക്കെ സഹായം ലഭിക്കും. ആലോചന ഇല്ലാത്ത തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഏത് കാര്യവും നന്നായിട്ട് ആലോചിച്ചിട്ട് എടുക്കാവൂ. പറ്റിയാൽ നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത്, ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിക്കുന്നത് നല്ലതാണ്. അവിടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ദമ്പതിമാരാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചിട്ട് എടുക്കുക. അതല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുമായിട്ടിരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നല്ലത്. സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങൾക്ക് വിദേശ ജോലി യോഗം കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള യോഗമുണ്ട്. നല്ല ജോലി തന്നെ ലഭിക്കും. സഹായ വാഗ്ദാനം നൽകിയവരുടെ പിന്മാറ്റം മനസ്സ് വേദനിപ്പിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പണമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ സമയത്തൊന്നും മാറുന്നത് നിങ്ങൾക്ക് മനസ്സ് വേദനിപ്പിക്കും. നിങ്ങൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്നൊരു സമയമാണ്. സന്താനങ്ങളുടെ മോശമായ പെരുമാറ്റം മനസ്സിലെപ്പോഴും വേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ സന്താനങ്ങളുടെ ഭാവം ഗുണകരമായിട്ട് കാണുന്നില്ല. അവർ തിരിച്ച് നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്താലും അവരുടെ ഭാഗത്തു നിന്നുള്ള ചില വാക്കുകളോ പ്രവൃത്തികളോ നമുക്ക് മനസ്സിൽ വേദന ഉണ്ടാകും. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നൊരു സമയമാണ്. ദമ്പതി ഭാവം അത്ര നല്ലതായിട്ട് കാണുന്നില്ല. നിങ്ങൾ ആഡംബര വസ്തുക്കൾ ശേഖരിച്ച് കൂട്ടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് യാത്രകളൊക്കെ പോകുമ്പോൾ പേഴ്സുകളൊക്കെ സൂക്ഷിക്കുക. ബിസിനസ്സിലാണെങ്കിലും ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ധന നഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കുക. സ്വജനങ്ങളുടെ ചതി മൂലം ആത്മദുഃഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. വിശ്വസിച്ച് കൊടുക്കുന്ന പണം ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ആരുടെയെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കുപോക്കുകളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ചില വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ ചില പ്രവൃത്തിയോ മൂലം അത് മുടങ്ങിപ്പോവുക. അല്ലെങ്കിൽ നമ്മുടെ മകന് ഒരു വിവാഹം അല്ലെങ്കിൽ മകൾക്കൊരു വിവാഹാലോചന വന്നു, അപ്പോൾ അതിന് ഗുണകരമായ രീതിയിലുള്ളൊരു സംസാരം ഉണ്ടാകാതെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായ സംസാരം ഉണ്ടാകുകയും അങ്ങനെ ഒരു ചതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക. അതുമൂലം നല്ലൊരു ബന്ധം നമുക്ക് പോവുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അതേ രീതിയിൽ മറ്റേതിലും ആവാം. ഉണ്ടാകുന്നത് മൂലം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്നതാണ്, ആത്മദുഃഖം ഉണ്ടാകുന്നതാണ്. ഗുരുസ്ഥാനീയരെയൊക്കെ ആദരിക്കാനിടവരുന്ന സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടാകാനുള്ള സാധ്യത ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴുണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ ഏപ്രിൽ മാസത്തോടുകൂടി വിജയമുണ്ടാകുന്നതാണ്. നിലവിലുണ്ടായിരുന്നൊരു അവസ്ഥയൊക്കെ മാറി വിജയമുണ്ടാകുന്നതാണ്. പിതൃസ്വത്തുക്കളൊക്കെ അനുഭവയോഗ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ മാതൃഗുണം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഗുണകരമായ കുറേ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുണ്ടാവുന്നൊരു സമയമാണ്. ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഈശ്വരാനുഗ്രഹം നല്ല രീതിയിലുണ്ടാവും. നിലവിലുള്ള ഫലങ്ങളിൽ ഈ ദോഷഫലങ്ങളുമുണ്ട്, ഗുണഫലങ്ങളുമുണ്ട്. ഈ ദോഷഫലങ്ങൾ സാധാരണ രീതിയിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ അങ്ങനെ പർവ്വതീകരിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ദോഷത്തിൻ്റെ കാഠിന്യം പോകാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശിക്കുക. ഭഗവാന്റെ ചരണങ്ങളിൽ സമസ്ത അപരാധവും പറഞ്ഞ് മുഴുവനായിട്ട് അങ്ങ് അർപ്പിക്കുക. ബാക്കി ഭാഗം നോക്കിക്കോളും. ഭഗവാൻ തൻ്റെ അടുത്ത് വരുന്ന അഭയം പ്രാപിച്ചു എന്നവരെ കൈവിടുന്ന ഒരാളല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ശത്രുക്കളും മറ്റുള്ളവരും ഒക്കെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാകുന്ന പരാധീനതകളും ഒക്കെ ദമ്പതി ഭാവത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന് നൽകുക. അത് ഭഗവാനോട് പറയുക, സങ്കടങ്ങൾ പറയുക. തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം ഭഗവാൻ കണ്ടെത്തും. അതുപോലെ തന്നെ തുളസിമാല ഭഗവാന് കൊടുക്കുക, മുഴുക്കാപ്പ് ചാർത്തുക, പാല് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലോ വെണ്ണയോ ഒക്കെ ആയിട്ട് പോവുക ഒക്കെ ചെയ്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വയ്ക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ദോഷഫലങ്ങളുടെ കാഠിന്യം ഒരുവിധം കുറയുന്നതാണ്. അതോടൊപ്പം തന്നെ സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനായി ഭഗവാന്റെ അടുത്ത് ധാരാളം നെഞ്ചാടി കുരുക്കളൊക്കെ മുന്നിലുണ്ടാകും, കുഞ്ഞുകുരുക്കളൊക്കെ ഉണ്ടാകും. അതൊക്കെ നേർച്ച ഇട്ടിട്ട് കുട്ടികളെ കൊണ്ട് വാരിക്കുക. കുഞ്ഞുങ്ങൾക്ക് ആനന്ദമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നാൽ അത് നിങ്ങൾക്ക് സൽഫലങ്ങളുണ്ടാകും. അതുപോലെ ഉണ്ണികൾക്ക് ഉണ്ണിയൂട്ട് നടത്തുക, സപ്താഹം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഉണ്ണിയൂട്ട് നടത്തുക, അതുപോലുള്ള കാര്യങ്ങൾ അന്നദാനം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ശരീരങ്ങൾക്ക് ആശുപത്രിയിൽ ഒക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഹോസ്പിറ്റലിലൊക്കെ ആരും നോക്കാതെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. കഴിയാവുന്ന ആശുപത്രികളിലൊക്കെ സന്ദർശിച്ചിട്ട് അവർക്കൊക്കെ പൊതിച്ചോറുകൾ കൊടുക്കുക. ഇത് മറ്റുള്ളവരെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ഒരാൾക്കായാലും മതി, അന്നം ദാനമായി നൽകുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞ് സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനായിട്ട് വരുത്തും. ഒപ്പം ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക മറക്കരുത്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമാകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.